എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ അഗ്ലോണിയ വെച്ചിട്ടുള്ള ഒരു സെറ്റിങ്സ് ആണ് കാണിക്കാൻ പോകുന്നത്. മുന്നേ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നാണ് ഈ അഗ്ലോണിമാസ്. അപ്പോൾ നല്ല വേനൽ വന്ന സമയത്ത് ഈ സ്റ്റെയറിന്റെ മേളിലായിട്ട് പിന്നെ പർഗോള ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്ലാസ് ഇട്ടൊക്കെയാണ്. അപ്പോൾ ഭയങ്കര വെയിലായിട്ട് ഞാൻ ഇതിനൊക്കെ പറിച്ച് നല്ല തണലത്ത് കൊണ്ടുപോയി നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും എനിക്കത് സെറ്റ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിരുന്നതാണ്. അപ്പോൾ വെയിലിൻ്റെ കാഠിന്യം കൊണ്ടാണ് ഞാനിത് മുറ്റത്തേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അതിന് വീണ്ടും ഞാൻ പറിച്ചെടുത്തോളുണ്ട്. അപ്പോൾ കുറേ തൈകൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ അഗ്ലോണിമയുടെ ഒരു 5 വെറൈറ്റീസൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കുറേ തൈകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ സ്റ്റെയറിലേക്ക് ഇത് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അഗ്ലോണിമ എങ്ങനെ നല്ല രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഏറ്റവും നല്ല എളുപ്പം നമുക്ക് വീട്ടിൽ ഇൻഡോറായിട്ട് ഔട്ട്ഡോറായിട്ടൊക്കെ വെക്കാൻ ഏറ്റവും നല്ല എളുപ്പമുള്ളൊരു പ്ലാന്റും കൂടിയാണ് അഗ്ലോണിമ. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതാണ് കേട്ടോ ഞാൻ മുറ്റത്ത് നട്ടുപിടിപ്പിച്ച അഗ്ലോണിമ. ഇതൊക്കെ നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. എല്ലാ പ്ലാന്റും ഒരുമിച്ചാണ് ഞാൻ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 9 വെറൈറ്റികളായിട്ടും ഇതിലുണ്ടാവും. അപ്പോൾ അതെല്ലാം പൊട്ടിമുളച്ച് കുറേ തൈകളായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് എലി വന്ന് ആകെ തൊഴുത് മറിക്കുന്ന കാരണം എലി വന്നിട്ട് ഇങ്ങനെ വലിയ വലിയ ഹോളൊക്കെ ഉണ്ടാക്കിയെടുക്കണേ. അപ്പോൾ അത് കാരണം അതവിടെ നിന്നെടുത്ത് മാറ്റാണ്. ഞാനെല്ലാം പറിച്ചെടുക്കട്ടെ. എല്ലാം ഇങ്ങനെ കട പറഞ്ഞിട്ടിരിക്കണമായിരുന്നു കേട്ടോ. അപ്പം ഞാനതെല്ലാം ഓരോ അഗ്ലോണിമ പറിച്ചെടുക്കാണ് കേട്ടോ. അപ്പോൾ ഇനി എല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊക്കെ ഒരു ബോട്ടിൽസിലേക്ക് ആക്കിയെടുക്കണം. നമുക്ക് അകത്ത് കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലത്തെ പോട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഞാനിതിൽ ചകിരിയാണ് അടിയിൽ കൊടുക്കുന്നത്. പിന്നെ ഇതിൽ മണ്ണിട്ട് കൊടുക്കും. ഇത്ര പ്രോസസ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ ചെയ്യണുള്ളൂ. ഹോളില്ലാത്ത ചട്ടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അകത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഹോളില്ലാത്ത ചട്ടികളാണ് എടുക്കാറ്. പിന്നെ ചകിരിയുടെ മേലെ കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ട നല്ല വേര് വന്നിട്ടുള്ള അഗ്ലോണിമ എന്നിട്ടത്. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് നടാം. അപ്പോൾ ഈ വേരിൻ്റെ ഭാഗം കുറച്ച് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇത് വേരും നമുക്ക് നട്ടുപിടിപ്പിക്കാം. അപ്പോൾ അതിൽ വേറെ തൈകൾ ഉണ്ടായിട്ട് വരും. പിന്നെ ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ അതങ്ങനെയും നടാം കേട്ടോ. വേരൊന്നും കളയേണ്ട ആവശ്യമില്ല. വേരൊക്കെ നമുക്ക് പുറത്ത് എവിടെയെങ്കിലും മണ്ണിൽ കൊണ്ടുപോയി നട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറെ തൈകളൊക്കെ കിട്ടും. ഇതിങ്ങനെ നട്ടു കൊടുക്കാം.
അങ്ങനെ ഈ ചെടി നട്ടിട്ടുണ്ട്. ഇത്ര പണിയുള്ളൂ കേട്ടോ. അഗ്ലോണിമ നടാൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇനി എല്ലാം തൈകളും ഞാൻ നടാൻ പോവാണ്. ഓരോരോ ചട്ടികളിൽ നോക്കിയിട്ട് ഓരോരോ വെറൈറ്റികൾ. അപ്പം നീണ്ട തണ്ടൊക്കെ വന്നിട്ടുള്ളത് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇതേപോലെ അവിടെ അങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് അതിന് സെപ്പറേറ്റ് ആയിട്ട് നട്ട് കഴിഞ്ഞാൽ ഒരുപാട് തൈകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഈ വെറൈറ്റി അഗ്ലോണിമയാണ് എനിക്ക് ഫസ്റ്റ് കിട്ടിയത് കേട്ടോ. ഞാൻ അഗ്ലോണിമ കളക്ഷൻ തുടങ്ങിയത് തന്നെ ഈ ഒരു വെറൈറ്റി വെച്ചിട്ടാണ്. എൻ്റെ അഗ്ലോണിമ കളക്ഷനിലെ ആദ്യത്തെ ചെടിയാണ് കേട്ടത്. എല്ലാവരുടെയും അഗ്ലോണിമ കയ്യിലുള്ള ഒട്ടുമിക്ക വീടുകളിലും ഈ പ്ലാന്റ് എന്തായാലും ഉണ്ടാവും. കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. അങ്ങനെ ചട്ടികളൊക്കെ ചെടികൾ വെച്ച് നിരനിരായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റെയറിൻ്റെ മുകളിൽ അറേഞ്ച് ചെയ്യണം. ഒരു 10-18 ചട്ടികളായിട്ട് ഉണ്ടാവും സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇനി ഓരോന്ന് ഈ നമുക്ക് സ്റ്റെയറിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ സ്പെഷ്യൽ അഗ്ലോണിമയാണ് ഇട്ട കൊണ്ടുപോയി വെക്കണത്. അങ്ങനെ ഞാൻ ഓരോന്ന് എടുത്ത് വെക്കുകയാണ്. പിന്നെ ഇത് നനച്ചു കൊടുക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസം നനച്ചു കൊടുത്താൽ മതിട്ടോ. നല്ല രീതിയിൽ ആഴ്ചയിൽ ഒരു ദിവസം നനച്ചു കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കൂട്ടോ. ഇൻഡോറായിട്ട് വെക്കുന്ന പ്ലാന്റ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ മാസത്തിലൊരിക്കലൊക്കെ ഇതുപോലെ ഇലകൾ നനച്ചു കൊടുക്കുക. അതുപോലെ ചട്ടിയൊക്കെ ഒന്ന് സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ അകത്ത് വെക്കുന്ന ചെടികൾ നല്ല വൃത്തിയിലും വെടുപ്പിലും നമുക്ക് സൂക്ഷിക്കാം. നല്ല അടിപൊളി തൈകളായിട്ട് ഹെൽത്തി പ്ലാന്റ്സ് ആയിട്ട് തന്നെ ഇവരിരുന്നോളൂ കേട്ടോ. ശരിക്കും ഇത് കാണുമ്പോൾ ഈ ചെടികൾ കാണുമ്പോൾ ശരിക്കും നമുക്ക് തോന്നും പ്ലാസ്റ്റിക് ചെടികളാണെന്ന് തോന്നും. അത്രയ്ക്കും ഭംഗിയാണ് ഈ അഗ്ലോണിമ പ്ലാന്റ്സ്. ഞാനെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും എൻ്റെ കയ്യിൽ കുറച്ച് വെറൈറ്റിയും കൂടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിനി അതിൻ്റെ എല്ലാം കൂടിയിട്ടുള്ളൊരു വീഡിയോ വേറെ ആയിട്ട് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ തരിക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ബൈ ബൈ.